ദ വേസ്റ്റ് ലാൻഡ്. ടി.എസ്. എലിയറ്റിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് ദ വേസ്റ്റ് ലാൻഡ്. അതിലേക്ക് പോകാം. കണ്ടെക്സ്റ്റ് നോക്കാം. സ്റ്റൈൽ ആൻഡ് ടെക്നിക്. മോഡേണിസ്റ്റ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രാഗ്മെന്റേഷൻ, കൊളാഷ്, റിവേഴ്സ്, എക്സ്ട്രാ. ദെൻ സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്രീക്ക് മിത്തോളജി, ഷേക്സ്പിയർ, ഡാൻറ്റെ, ദ ബൈബിൾ, ബുദ്ധിസം ആൻഡ് മോർ, മെനി മോർ. മൾട്ടിപ്പിൾ വോയിസസ് ആൻഡ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, സാൻസ്ക്രിറ്റ്, എക്സ്ട്രാ. മിത്തിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. കമ്പയറിംഗ് കണ്ടംപററി ഡികെ വിത്ത് ടൈംലെസ് മിത്സ്. ടൈംലെസ് മിത്സിനെയും കണ്ടംപററി ഡികെയും കമ്പയർ ചെയ്തുകൊണ്ട്, അല്ല കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് മിത്തിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ദ ഫിഷ്. കീ സിംബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേസ്റ്റ് ലാൻഡ് സിംബലൈസ് ചെയ്യുന്നത് സ്പിരിച്വൽ എംപ്റ്റിനെസ് ആൻഡ് മോറൽ ഡികെ ആണ്. വാട്ടർ സിംബലൈസ് ചെയ്യുന്നത് ഡിസ്ട്രക്ഷനും റീബർത്തും ആണ്. ടൈറേഷ്യ സിംബലൈസ് ചെയ്യുന്നത് ആൻഡ്രോഗൈനസ് പ്രോഫറ്റ് ആണ്, സിംബലൈസിങ് യൂണിറ്റി ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. തണ്ടറിന്റെ മെസ്സേജ് ഫ്രം ബൃഹദാരണ്യക ഉപനിഷത്ത് പോയിന്റിംഗ് ടുവേർഡ്സ് എത്തിക്കൽ ആൻഡ് സ്പിരിച്വൽ റീബർത്ത്. മേജർ ടെക്സ്റ്റ് ഓഫ് മോഡേണിസം ആണ്. This influenced generations of poets, critics and readers. Eliot's vision of art as a means to impose order on chaos. Chaosൽ order കൊണ്ടുവരാനുള്ള ഒരു മീൻസ് ആയിട്ടാണ് ആർട്ടിനെ എലിയട്ട് കാണുന്നത്. അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പോയമാണ് ദ വേസ്റ്റ് ലാൻഡ്. സമറിയിലേക്ക് പോവാം. ദ ബറിയൽ ഓഫ് ദ ഡെഡ്. സ്പ്രിംഗ് യൂഷ്വലി എ ടൈം ഓഫ് ഹോപ്പ് ആണ്, ബ്രിങ്ങിങ് പെയിൻഫുൾ മെമ്മറീസ് ആൻഡ് ഇമോഷണൽ സ്പിരിറ്റ്. പക്ഷേ വിന്റർ അതേ സമയത്ത് നമ്പും ഈസിയർ ടു ബിയറും ആണെന്നാണ് എലിയട്ട് പറയുന്നത്. അത് സ്പ്രിങ്ങും വിന്ററും നമ്മളൊരു കോൺട്രാസ്റ്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇമേജറി ഓഫ് എ ബാരൻ ലാൻഡ് ആൻഡ് എ സെൻസ് ഓഫ് സ്പിരിച്വൽ കൺഫ്യൂഷൻ, ഇൻട്രൊഡ്യൂസിംഗ് എ പ്രൊഫറ്റിക് വോയിസ് ആൻഡ് എ റെഫറൻസ് ടു ആൻഷ്യന്റ് കൾച്ചേഴ്സ്. ഒരു പ്രൊഫറ്റിക് വോയിസ് വരുന്നുണ്ട് ആൻഡ് റെഫറൻസ് ടു ആൻഷ്യന്റ് കൾച്ചേഴ്സ്. ഒരു ബാരൻ ലാൻഡ് കാണിക്കുന്നുണ്ട് ആൻഡ് എ സെൻസ് ഓഫ് സ്പിരിച്വൽ കൺഫ്യൂഷൻ. ബാരൻ ലാൻഡ് ഇവിടുത്തെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. A parody of spiritual guidance using tarot cards to foreshadow key themes and characters in the poem. Tarot cards use ചെയ്തുകൊണ്ട് predicting ഉണ്ടല്ലോ, അതുപോലെ tarot cards use ചെയ്തുകൊണ്ട് foreshadowing key themes and characters in the poem. ഒരു മോഡേൺ ലണ്ടൻ envision ചെയ്യാണ്, likened to Dante's hell, describing a crowd of lifeless people heading to work, spiritually dead. കുറച്ച് ആൾക്കാർ lifeless people, ഫിസിക്കലി അവർ ലൈവ് ആണ്, പക്ഷെ മെന്റലി അല്ലെങ്കിൽ സ്പിരിച്വലി അവർ ഡെഡ് ആണ്. ഇൻട്രൊഡ്യൂസിങ് ദ നറേറ്റേഴ്സ് മെമ്മറി ഓഫ് ഡെഡ് സോൾജർ, ഹിന്റിങ് അറ്റ് ട്രോമ ഓഫ് വാർ. അപ്പം വാർ, പോസ്റ്റ് വാർ വേൾഡ് ആണ്, വാർ ട്രോമ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. എ ഗെയിം ഓഫ് ചെസ്. ഒരു റിച്ച് വുമൺ ഇരിക്കുകയാണ് ഇൻ എ ലാവിഷ് റൂം, ഒബ്സസ്ഡ് വിത്ത് അപ്പിയറൻസസ്. ഷീസ് ഒബ്സസ്ഡ് വിത്ത് അപ്പിയറൻസസ്. ഫിസിക്കൽ അപ്പിയറൻസിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ലേഡിയാണ്. ഓർണേറ്റ് സെറ്റിംഗ് ആണ്, ബട്ട് ഇമോഷണലി എംപ്റ്റി. ഫിസിക്കലി എന്തൊക്കെ ഓർണേറ്റ് ആണ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞാൽ ഇമോഷണലി എംപ്റ്റി ആണ്. ബോത്ത് ദ റൂം ആൻഡ് the lady, symbolizing boredom, anxiety and a lack of true connection. ഒരു അടുത്തത് ഒരു വർക്കിംഗ് ക്ലാസ് വുമൺ ആണ്, telling her friend about another woman, Lil, who looks old due to many pregnancies and a rough life. ഒരു വർക്കിംഗ് ക്ലാസ് വുമൺ അവരുടെ ഫ്രണ്ടിനോട് പറയാണ്, മെൻഷൻ ചെയ്യാണ് about a woman Lil. അവർ ഓൾഡ് ആയിട്ട് കാണപ്പെടുകയാണ് due to many pregnancies and a rough life. ഒരു വർക്കിംഗ് ക്ലാസ്, ലോവർ ക്ലാസ് വുമന്റെ ലൈഫിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. Highlighting the physical and emotional role of modern lower class life. Modern ആണ്, but lower class life in physical and emotional role in കുറിച്ചൊരു reference. Ends with the line, good night ladies, echoing Hamlet and signaling farewell or death. Good night ഒരു ഡെത്ത് ആവാം അല്ലെങ്കിൽ farewell ആവാം, ഇതിനെ ഏതിലും ഒന്നിനാണ് സിംബലൈസ് ചെയ്യുന്നത്. The fire sermon. Thames ഒരു റിവർ ആണ്, once romanticized in poetry, is now polluted and morally degraded. Lovers experiences are shallow and mechanical. അപ്പം തേംസ് ഇപ്പോൾ പൊല്യൂട്ടഡ് മോറലി ഡിഗ്രേഡ് ആയതുപോലെ തന്നെ ലവേഴ്സ് എക്സ്പീരിയൻസസ് ഷാലോയും മെക്കാനിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈറേഷ്യസ് ഉണ്ടായിരുന്നു, ഒരു ബ്ലൈൻഡ് പ്രോഫറ്റ് ഹു ഹാസ് ലീഡ് as both a man and a woman, observes a joyless sexual encounter. Emptiness of modern relationshipനെയാണ് ടൈറേഷ്യസിന്റെ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്. Spiritual voices call for detachment and purification from lust and worldly desire. ലസ്റ്റിൽ നിന്നും വേൾഡ്ലി ഡിസയറിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ വേണ്ടി എൻകറേജ് ചെയ്യാണ് സ്പിരിച്വൽ വോയിസസ്. റിപ്പീറ്റഡ് വേർഡ് ബേണിംഗ് റിഫ്ലക്ട്സ് ഇന്നർ ടർമോയിൽ ആൻഡ് ലോങ്ങിങ് ഫോർ ട്രാൻസെൻഡൻസ്. ട്രാൻസെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ലോങ്ങിങ്ങും ഇന്നർ ടർമോയിലും റിഫ്ലക്ട് ചെയ്യുന്ന വേർഡാണ് ബേണിംഗ്, വിച്ച് ഇസ് ബീങ് റിപ്പീറ്റഡ് ഹിയർ ആൻഡ് ദേർ. ഡെത്ത് ബൈ വാട്ടർ. ഒരു ഡ്രൗണ്ട് സെയിലർ ഉണ്ടായിരുന്നു, ഹു റെപ്രസെന്റ്സ് ദ സൈക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്.
മോർട്ടാലിറ്റിയും സ്പിരിച്വൽ ജേർണിയും ഫോർഗെറ്റ് ചെയ്യുന്നതിന് ഒരു വാണിംഗ് ആണ് ഡെത്ത് ബൈ വാട്ടർ മെൽറ്റി. വാട്ടർ യൂഷ്വലി ക്ലെൻസിങ് ബിക്കംസ് ഡിസ്ട്രക്റ്റീവ്. Usually cleansing ആണ്, purifying ആണ് water, but now it becomes destructive in the modern world. What the thunder said, ഒരു metaphysical pilgrimage through suffering, despair and spiritual desperation. വാറിന്റെയും ഡ്രോട്ടിന്റെയും കൊളാപ്സിന്റെ ഒക്കെ ഇമേജസ് എമിഷൻ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബിംഗ് സിറ്റീസ് ഫോളിംഗ്, people searching for peace and broken communication. Idea of thunder cloud offering wisdom, അതും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്ന് ഒരു ഹിന്ദു സ്ക്രിപ്ചർ ആണ്, അതിൽ നിന്ന് ദത്ത ഗീവ്, ദയാധം sympathize, ദാമ്യത കൺട്രോൾ, ഇതിൽ നിന്നൊക്കെ മെൻഷനിങ് ഉണ്ട്. ഒരു പാത്ത് ടുവേർഡ്സ് സ്പിരിച്വൽ ഹീലിംഗ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സാൻസ്ക്രിറ്റ് മന്ത്ര യൂസ് ചെയ്തിട്ടാണ് ഈ പോയം ക്ലോസ് ചെയ്തത്. പീസ് റിപ്പീറ്റഡ് 3 times, ശാന്തി ശാന്തി ശാന്തി. ends the poem with a sense of hope or prayer for harmony after chaos. തീംസിലേക്ക് പോവാം. സ്പിരിച്വൽ ഡിസൊലേഷൻ ആൻഡ് ലോസ് ഓഫ് മീനിങ് ഇൻ മോഡേൺ ലൈഫ്, പിന്നെ ട്രഡീഷൻ്റെയും കൾച്ചറിൻ്റെയും ഡിസിൻറ്റഗ്രേഷൻ, സെക്ഷൽ എംപ്റ്റിനെസ് ആൻഡ് ഫെയിലിയർ ഓഫ് ലവ്, സ്പിരിച്വൽ റിന്യൂവലിനും സെർച്ച് ഫോർ റിഡംഷനും ഉണ്ട്, ഫ്രാഗ്മെന്റേഷൻ ഓഫ് വോയിസസ്, പെർസ്പെക്റ്റീവ്സ് ആൻഡ് ട്രഡീഷൻസ്. 1922 ദ വേസ്റ്റ്ലാൻഡ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്, ഷോർട്ട്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഡിസൊല്യൂഷൻമെന്റ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് പോസ്റ്റ് വാർ വെസ്റ്റേൺ സിവിലൈസേഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. എലിയറ്റിന്റെ പേഴ്സണൽ ക്രൈസിസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ പോയതിനെ. ദ കൾച്ചറൽ ഡീകേ ഹി പെർസീവ്ഡ്, ഹിസ് പേഴ്സണൽ ക്രൈസിസ് ആൻഡ് ഹിസ് വൈഡ് റീഡിംഗ് ലിറ്ററേച്ചർ, റിലീജിയൻ ആൻഡ് മിത്തോളജി, ഇതെല്ലാം ഈ പോയത്തിനെ വളരെ ഡീപ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ പോയം എഡിറ്റ് ചെയ്തിരിക്കുന്ന എസ്ര പൗണ്ട് ആണ്, ഹു ഹെൽപ്ഡ് കണ്ടൻസ് ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ഇൻടു എ ടൈറ്റർ, മോർ പവർഫുൾ വേർഷൻ.